പാർലമെന്റിലെ ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിൽ അദാനി വിഷയം ഉയർത്തിക്കാട്ടി വലിയ രീതിയിൽ അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടി കൊടുക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ സ്വന്തം കക്ഷികൾ. സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്കിറങ്ങിയ കോൺഗ്രസിന്റെ കൂടെ വലിയ രീതിയിൽ ആൾബലം ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ ഇന്ത്യ മുന്നണിയിലുള്ള പല ആൾക്കാരും അല്ലെങ്കിൽ ഇവരുടെ പല നേതാക്കളും തന്നെ പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധിച്ചപ്പോഴും മുദ്രാവാക്യം വിളിച്ചപ്പോഴും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അദാനിയുടെ മേൽ കൈ ഉയർത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ എംപിമാരും പാർലമെന്റിലെ മകരദ്വാറിന് പുറത്തു നിന്നുകൊണ്ട് മാറി മാറി മോദി അദാനി ഏക് ഹേ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ തൊണ്ട പൊട്ടുമാറി വിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ പ്രതിപക്ഷ കക്ഷിയിൽ നിന്ന് സുപ്രധാന കക്ഷികളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയും മറ്റു പാർട്ടികൾ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒന്നും തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. DMK പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും DMKയുടെ സ്റ്റാലിൻ അദാനിയെ കണ്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റാലിൻ അദാനിയെ കണ്ടിട്ടില്ല എന്ന് സ്റ്റാലിൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. DMKയും ഇപ്പോൾ അദാനിയുടെ പുറകിൽ പോവുകയാണോ എന്ന പേടി ഇന്ത്യ മുന്നണിയിൽ വളരെ വലിയ രീതിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഒടുവിൽ രാഹുൽ ഗാന്ധി മാത്രമായി അദാനി വിഷയം ആളിക്കത്തിക്കാൻ പാർലമെന്റിൽ മുന്നിട്ട് നിൽക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. നമുക്കറിയാം, മമതാ ബാനർജി അടക്കം പ്രതിപക്ഷ സഖ്യത്തെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഞാൻ വരാം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. മമതാ ബാനർജിക്ക് പിന്തുണയുമായി മുന്നണിയിലെ മറ്റ് കക്ഷികളും രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കാൻ മമത വരണം എന്നുള്ള ഒരു ആവശ്യം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മമത BJPയോടും അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടും ഒരു കൂറു പുലർത്തുന്നുണ്ടോ എന്നും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് വലിയ രീതിയിൽ സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.